വെൽക്കം. ഡിജിറ്റൽ ലാബ് എക്സ്പെരിമെന്റിൽ ഇത്തവണ ഗേറ്റഡ് ഓർ ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ നാൻഡ് ഇംപ്ലിമെന്റേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഗേറ്റുകളും നാൻഡ് ഗേറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാൻഡ് ഗേറ്റ് ഉപയോഗിക്കുന്ന ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലോക്ക് അല്ലെങ്കിൽ എനേബിൾ ഇൻപുട്ട് കൊടുക്കുന്നതോടുകൂടി ഇത് സിങ്കർണസ് ഫ്ലിപ്പ് ഫ്ലോപ്പായി മാറും. ഇവിടെ സെറ്റ് ഇൻപുട്ട് ഹൈ ആവുന്ന കണ്ടീഷനിലാണ് ക്യൂ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് സെറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹൈ ആക്ടിവേറ്റഡ് ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും ഈ സർക്യൂട്ട്. ഇവിടെ മുമ്പ് ലാച്ച് സർക്യൂട്ടിൽ പഠിച്ചതുപോലെ തന്നെ നാൻഡ് ഉപയോഗിച്ചിരിക്കുന്ന SR ലാച്ചിന്റെ സർക്യൂട്ട് റൈറ്റ് പാർട്ടിലുണ്ട്. ലെഫ്റ്റ് പാർട്ട് കഴിഞ്ഞ സർക്യൂട്ടുകളിൽ നമ്മൾ നോട്ടിന് വേണ്ടി ഉപയോഗിച്ച രണ്ട് ഇൻപുട്ടും ഷോർട്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടുകളിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തി ഷോർട്ടിങ് ഒഴിവാക്കിയിട്ട് ടോപ്പ് നാൻഡ് ഗേറ്റിന്റെ ബോട്ടം പോയിന്റും ബോട്ടം നാൻഡ് ഗേറ്റിന്റെ ടോപ്പ് പോയിന്റും കൂടെ ലിങ്ക് ചെയ്ത് ക്ലോക്ക് അല്ലെങ്കിൽ എനേബിൾ ഇൻപുട്ട് കൂടെ ഫീഡ് ചെയ്തിട്ടാണ് ഈ ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിന്റെ ഫംഗ്ഷൻ ടേബിളിൽ SR അറേഞ്ച്മെന്റ് കഴിഞ്ഞ സർക്യൂട്ടിൽ കണ്ട അതേ രീതിയിൽ തന്നെ ഉണ്ട്. S1 R0 ആവുന്ന സമയത്ത് സെറ്റും, S0 R1 ആവുന്ന സമയത്ത് റീസെറ്റും, 00 നോ ചേഞ്ച് ആയ പ്രീവിയസ് കണ്ടീഷനും, 11 ഫോർവേഡ് ആയുള്ള കണ്ടീഷനും. ഇതാണ് ഈ സർക്യൂട്ടിൽ ഉള്ളത്. ഇത് കൂടാതെ ഫംഗ്ഷൻ ടേബിളിൽ ക്ലോക്കിന്റെ ഒരു സ്ഥാനം കൂടിയുണ്ട്. ആദ്യത്തെ പൊസിഷനിൽ ക്ലോക്ക് കൊടുക്കാത്തൊരവസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. ആ അവസ്ഥയിൽ SOR ഏത് ഇൻപുട്ട് ആയാലും ശരി, പ്രീവിയസ് ഇൻപുട്ട് എന്താണോ അത് അതേ കണ്ടീഷനിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ്. ക്ലോക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ SRന് മറ്റുള്ള ഫങ്ഷൻസ് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ക്ലോക്ക് പൾസ് ഫീഡ് ചെയ്യുമ്പോൾ SORും ക്ലോക്കിന്റെ കൺട്രോളിൽ വരുന്ന ഒരു സർക്യൂട്ടാണ് ക്ലോക്ക്ഡ് SR FF. ഇവിടെ സിമുലേറ്ററിൽ ക്ലോക്ക്ഡ് SR FFന്റെ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫുൾ നാൻഡ് ഇംപ്ലിമെന്റേഷൻ ആയിട്ടുള്ള സർക്യൂട്ടാണ്. ടോപ്പിൽ S ഇൻപുട്ടും ബോട്ടം R ഇൻപുട്ടുമാണ്. സെൻട്രലിലുള്ളത് ക്ലോക്ക് പൾസ് കൊടുക്കാനുള്ള എനേബിൾ ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് ടോപ്പിൽ Q, ബോട്ടം Q ബാർ. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ വരുന്നത്. നമുക്ക് ഇപ്പോൾ ക്ലോക്ക് 0 ആണ്. ഇവിടെ ഇൻപുട്ട് ഏത് കണ്ടീഷനിലാക്കിയാലും 00ലും 01ലും 10ലും 11ലും ഒക്കെ ഇതിന് ഒരു ചേഞ്ചും ഔട്ട്പുട്ടിൽ വരുന്നില്ല. ഇനി ഇവിടെ നമ്മൾ സെറ്റ് 1ഉം റീസെറ്റ് 0 ആക്കി വരുന്ന കണ്ടീഷൻ, സെറ്റ് 1 റീസെറ്റ് 0 ആക്കി ക്ലോക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ക്ലോക്ക് കൊടുക്കുന്നതോടുകൂടി ഈ ലാച്ച് സെറ്റ് ആവും, ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവും. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ വരുന്നത്. ഇവിടുന്ന് നമ്മൾ നേരത്തെ 00 കണ്ടീഷനിലേക്ക് ആക്കിയാൽ അത് റീറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഇരിക്കും, നോ ചേഞ്ച് ആയിട്ടുള്ള കണ്ടീഷനിൽ ഇരിക്കും. അവിടെ നമ്മൾ ക്ലോക്കിന് മാറ്റങ്ങൾ കൊടുത്തിട്ടും നമുക്കിവിടെ എഫക്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി ഈ കണ്ടീഷൻ സെറ്റ് 0 റീസെറ്റ് 1 ആക്കുന്ന കണ്ടീഷൻ 01, ഈ 01 ആക്കിയിട്ട് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം ഇത് റീസെറ്റ് ആയിട്ട് മാറും. ഈ അവസ്ഥയിൽ നിന്നും നമ്മൾ 00ലേക്ക് മാറ്റിയാൽ ഇത് റീറ്റെയിൻ ചെയ്തിരിക്കും. ഇനി ഇവിടെ 11 കണ്ടീഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നതോടുകൂടി ഇത് രണ്ടും ഹൈ ആയിട്ടുള്ള ഫോർബിഡൻ കണ്ടീഷനിലേക്ക് വരും. പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ചേഞ്ചസിന് അത് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വീണ്ടും ഇത് കൊടുക്കുന്നതിനപ്പുറം ഹൈ, അതായത് ക്ലോക്ക് 1 പൊസിഷനിൽ വരുമ്പോഴൊക്കെ തന്നെ ഇത് ഫോർബിഡൻ കണ്ടീഷനായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇത് അലൗ ചെയ്യുന്നതല്ല ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഈ അവസ്ഥ. ഇവിടെ ഡിജിറ്റൽ ട്രെയിനറിൽ ക്ലോക്ക് SR FF ആണ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് റൈറ്റ് പാർട്ടിൽ. ഇവിടെ റൈറ്റ് പാർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പാണ് 4 ഗേറ്റുകളും ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന നാൻഡ് ഗേറ്റ്. ഇതിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന 2 LED കണക്ഷനാണ്
ഇതിൻ്റെ ലെഫ്റ്റിൽ സെറ്റും റൈറ്റിൽ റീസെറ്റുമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ക്യൂ ആൻഡ് ക്യൂ ബാർ ഔട്ട്പുട്ടുകൾ വരുന്നത് ലെഫ്റ്റ് എൽ ഇ ഡി ക്യൂവും റൈറ്റ് എൽ ഇ ഡി ക്യൂ ബാറുമാണ്. സ്വിച്ചിൽ ലെഫ്റ്റിൽ എസും റൈറ്റിൽ ആറും സെറ്റും റീസെറ്റും. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻസ് ഉള്ളത്. ക്ലോക്ക് പൾസ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോക്കിന് പുഷ് ടു ഓൺ സ്വിച്ചാണ്. സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ക്ലോക്ക് പൾസ് ആക്റ്റീവ് ഹൈ ആവുന്നത്, അല്ലാത്ത സമയത്ത് ലോ ആയിരിക്കും ക്ലോക്കിൻ്റെ അവസ്ഥ. സർക്യൂട്ടിൻ്റെ വർക്കിംഗ് ട്രൂത്ത് ടേബിളായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ക്ലോക്ക് പൾസ് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് സ്വിച്ചിൻ്റെ എല്ലാ കണ്ടീഷൻസും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് 00, 01, 10, 11. കിറ്റ് ഓൺ ചെയ്യുമ്പോൾ എൽ ഇ ഡിയുടെ പൊസിഷൻ എങ്ങനെയാണോ ആ അവസ്ഥയിലിരിക്കും ഈ 4 കണ്ടീഷനിലും ക്ലോക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ. ക്ലോക്ക് അപ്ലൈ ചെയ്തിട്ടില്ല അവിടെ, സ്വിച്ച് ശ്രദ്ധിക്കുക. ഇവിടെ എൽ ഇ ഡിക്ക് യാതൊരു ചേഞ്ചും 4 കണ്ടീഷനിലും ഇല്ല. അപ്പോൾ എല്ലാ കണ്ടീഷനിലും നമ്മളത് ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ ഇപ്പം ക്യൂ ഔട്ട്പുട്ടാണ് ഹൈ, ക്യൂ ബാർ ലോ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ കിട്ടേണ്ട ഒരവസ്ഥയിലേക്കാണത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സ്വിച്ചിൽ റീസെറ്റിൻ്റെ കണ്ടീഷനിലേക്ക് ആക്കിയിട്ട്, അപ്പോൾ റീസെറ്റിൻ്റെ കണ്ടീഷനിലാക്കി ക്ലോക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ റീസെറ്റ് ആവും. ഈ എൽ ഇ ഡിയുടെ കണ്ടീഷൻ ഒന്ന് മാറണം. അതായിരിക്കണം ഈ എൽ ഇ ഡി ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസ്ഥ വരുന്നത്. നോക്കാം. ഇവിടെ എൽ ഇ ഡി ചേഞ്ച് ആയി ഇപ്പോൾ. അതായത് ഇപ്പോൾ റീസെറ്റ് കണ്ടീഷനാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ സെറ്റ് സ്വിച്ച് ഡൗൺ ചെയ്തിട്ടുണ്ട് 0-ലും റീസെറ്റ് ഹൈയിലുമാണ്. അപ്പോൾ 01 കണ്ടീഷനാണ്. 01 കണ്ടീഷനിൽ ആകുന്ന സമയത്ത് ഔട്ട്പുട്ട് Q0 ആയിരിക്കും, ക്യൂ ബാർ 1 ആയിരിക്കും. ഈ അവസ്ഥയിലാണ് വരുന്നത്. ഇനി അടുത്ത മറ്റ് കണ്ടീഷൻസ് ഒക്കെ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 10 ആക്കിയതിന് ശേഷം, ആദ്യം 10 ആക്കി, ആ സമയത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ക്ലോക്ക് പൾസ് ഫീഡ് ചെയ്തു. ക്ലോക്ക് പൾസ് ഫീഡ് ചെയ്തോട് കൂടിയിട്ട് എൽ ഇ ഡിയുടെ ഔട്ട്പുട്ട് ചേഞ്ചായി സെറ്റ് കണ്ടീഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 00 ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചേഞ്ച് ഒന്നും വന്നില്ല. പൾസും കൂടി ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോഴും ചേഞ്ച് വരാൻ പാടില്ല. എത്ര പൾസ് കൊടുത്താലും അവിടെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത്. അടുത്ത കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും അത് റീസെറ്റ് കണ്ടീഷനിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ലോ ആൻഡ് ഹൈ, അതേപോലെ തന്നെ ലോ ആൻഡ് ഹൈ. ഇപ്പോൾ 00 കണ്ടീഷനാണ്, ചേഞ്ചസ് ഒന്നുമില്ല. ഇപ്പോൾ രണ്ടും ഹൈ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് ആ ഒരു പൊസിഷനിൽ, അതായത് നമ്മൾ പൾസ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ഹൈയിലേക്ക് വരുന്ന ഒരു ഫോർബിഡൻ കണ്ടീഷനാണ്. പൾസ് റിലീസ് ചെയ്യുമ്പോൾ ആ ക്ലോക്ക് പൾസ് ഇല്ലാത്തത് കൊണ്ട് ഒരു ഒരു സ്റ്റേജിൽ പ്രീവിയസ് കണ്ടീഷൻ എന്തായിരുന്നു അതിലവിടെ റീറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും പൾസ് കൊടുക്കുമ്പോൾ അത് ആ അവസ്ഥയിലേക്ക് തന്നെ മാറുന്നു. അതാണ് അതിൻ്റെ കാര്യം വരുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ട്രൂത്ത് ടേബിൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സ്റ്റെപ്പിലേക്ക് മാറും. ഓരോ ഇൻപുട്ടിനും 2 വീതം സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എസും ആറും കൂടാതെ ക്യൂയുടെ പ്രീവിയസ് കണ്ടീഷനാണ്, അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പത്തെ കണ്ടീഷനാണ് QT ആയിട്ട് കാണിച്ചിരിക്കുന്നത്. QT+1 എന്ന് പറയുന്നത് സ്വിച്ച് പൾസ് കൊടുത്ത ഉടനെയുള്ള കണ്ടീഷൻ. അതാണ് പൾസ് കൊടുത്ത് ചേഞ്ച് ചെയ്യുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ ആ ചേഞ്ച് ചെയ്യുന്ന ആക്റ്റീവ് കണ്ടീഷനിലേക്ക് മാറുമ്പോൾ വരുന്ന കണ്ടീഷൻ. അപ്പോൾ 00-ന് പ്രീവിയസ് കണ്ടീഷൻ 0 ആയിട്ട് 1 ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങോട്ട് മാറും എന്നുള്ളത്. അതുപോലെ 01 കണ്ടീഷനിൽ പ്രീവിയസ്ലി 01 ആകുന്ന സമയത്ത് എങ്ങോട്ട് മാറും. അതായത് 01 ആകുമ്പോൾ സെറ്റ് 0 ആയതുകൊണ്ട് ഔട്ട്പുട്ട് എന്ത് കഴിഞ്ഞാലും 0ലേക്ക് മാറണം. 10 കണ്ടീഷനിൽ പ്രീവിയസ് ആണ് 01 കണ്ടീഷനാണ്, അതെന്ത് തന്നെയായാലും അത് സെറ്റ് ആവണം. അതുകൊണ്ട് 11 ആവും ക്ലോക്ക് കൊടുക്കുമ്പോൾ. 11 കണ്ടീഷനിൽ പ്രീവിയസ്ലി 01 ആയാലും അത് ഫോർബിഡൻ കണ്ടീഷനാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ട്രൂത്ത് ടേബിൾ ഇതിൽ കാണാവുന്നതാണ്. ക്ലോക്ക്ഡ് SR/FF NOR ഉപയോഗിച്ചിട്ടും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് പാർട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് അറേഞ്ച്മെൻറ്റിലാണ് ആ സർക്യൂട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് അറേഞ്ച്മെൻറ്റ് പലപ്പോഴും നമ്മുടെ സർക്യൂട്ടുകളിൽ ഉപയോഗിച്ച് കാണുന്നില്ല. പകരം
നോറിൻ്റെ കൂടെ ആൻഡ് ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് സർക്യൂട്ടാണ് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെയുള്ള നാൻഡ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഏകദേശം ഡയഗ്രാം തന്നെ വരും. റൈറ്റ് പാർട്ടിൽ നോറാണ്, ലെഫ്റ്റ് പാർട്ടിൽ ആൻഡ് ആണെന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ബാക്കി കണക്ഷൻസ് എല്ലാം അതേപോലെ വരും. ഇൻപുട്ട് എടുക്കുന്ന പോയിന്റുകൾ ക്യൂ എന്ന് പറയുന്നതിന് ലെഫ്റ്റിൽ റീസെറ്റ് ആണ് വരുന്നത് എന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യൂ ബാറിൻ്റെ ഇൻപുട്ടിൽ എസ് ആയിരിക്കും വരിക. ഈ നോർ വിത്ത് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഫങ്ഷൻ ടേബിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ സെറ്റ് ഇൻപുട്ട് ഹൈ ആകുമ്പോൾ തന്നെയാണ് ക്യൂ സെറ്റ് ആവുന്നത്, ഹൈ ആവുന്നത്. എസ് 0 ആവുന്ന സമയത്ത് 0 ആവുന്നുണ്ട്. 0 തന്നെയാണ് പ്രീവിയസ് കണ്ടീഷനായിട്ട് വരുന്നത്. ക്ലോക്ക് കൊടുത്തിട്ടില്ല എങ്കിലും നോട്ട് ചേഞ്ച് കണ്ടീഷൻ തന്നെയാണ് വരിക. 1-1 കണ്ടീഷൻ തന്നെയാണ് ഫോർബിഡൺ ആയിട്ട് വരുന്നത്. സിമിലർ സർക്യൂട്ട് തന്നെയാണ് ഇത്. സിമുലേറ്ററിൽ നോറും ആൻഡും ഉപയോഗിച്ചിട്ടുള്ള ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഇതിൻ്റെ കണ്ടീഷൻസ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ടോപ്പിൽ ആറും ബോട്ടം എസ്സും ആണ്. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ക്യൂ ഔട്ട്പുട്ട് ഹൈ ആവേണ്ടത്. അപ്പോൾ ഇവിടെ സെറ്റ് ഇൻപുട്ട് 1ഉം റീസെറ്റ് 0 ആണ്. ക്ലോക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സെറ്റിലേക്ക് മാറും. സെറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് 0 ആക്കുന്ന സമയത്ത് പ്രീവിയസ് കണ്ടീഷനാണ്. ഇനി ഇത് സെറ്റിൽ 0ഉം റീസെറ്റിൽ 1ഉം കൊടുക്കുക. ആ സമയത്ത് ക്ലോക്ക് ഹൈ ആയതുകൊണ്ട് ഇത് റീസെറ്റിലേക്ക് മാറും. ഇനി വീണ്ടും ഇത് 0 ആക്കിയാൽ റീറ്റെയിൻ ചെയ്യും. 1-1 എന്ന കണ്ടീഷൻ ഫോർവേഡ് ഓൺ കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷനിലേക്ക് ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം രണ്ടും ലോ കണ്ടീഷനാണ് അവിടെ കിടക്കുന്നത്. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിൽ ആൻഡും നോറും ഉപയോഗിച്ചിരിക്കുന്ന കിറ്റിൻ്റെ വർക്കിംഗ് ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് വ്യത്യസ്ത ഗേറ്റുകളായതുകൊണ്ട് വ്യത്യസ്ത ചിപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരെണ്ണം ആൻഡും ഒരെണ്ണം നോറും ആണ്. ഇവിടെ ഫസ്റ്റിൽ 2 സ്വിച്ചുകളാണ് ഇതിന് ഇൻപുട്ട് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ലെഫ്റ്റിൽ 2 LEDs ആണ് ഔട്ട്പുട്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ലെഫ്റ്റിൽ ക്യൂ, തൊട്ട റൈറ്റ് ക്യൂ ബാറായിട്ട്. ഇവിടെ ലെഫ്റ്റിലെ ഫസ്റ്റ് സ്വിച്ച് എസ്സും സെക്കൻഡ് സ്വിച്ച് ആറുമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലോക്ക് പൾസ് ഈ ക്യൂ പോയിന്റ് തന്നെയാണ് എടുത്തത്. സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ മാത്രം ക്ലോക്ക് എഫക്റ്റീവ് ആവുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. നമുക്കിത് ഓൺ ചെയ്ത ഉടനെ തന്നെ ക്ലോക്ക് അപ്ലൈ ചെയ്യാതെ സ്വിച്ചിൻ്റെ 4 കണ്ടീഷൻസും നമുക്ക് നോക്കാം. 00, 01, 10, 11. ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഇത് ഓൺ ആയിരിക്കുന്ന അവസ്ഥയിൽ LED എന്തിലാണോ കിടക്കുന്നത് അവിടെ തന്നെ ഉണ്ടാവും. അതിന് ചേഞ്ചസ് ഒന്നും വരില്ല ആദ്യത്തെ കണ്ടീഷനിൽ. പിന്നീട് നമുക്ക് ക്ലോക്കിൻ്റെ എഫക്റ്റോട് കൂടിയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. ഇപ്പോൾ ഓൺ ആക്കിയപ്പം കിടക്കുന്ന അവസ്ഥയിലാണ്. ഇനി സ്വിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്താലും ഈ LEDസിന് മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ 00 to 11 വരെയുള്ള കണ്ടീഷനിൽ ഇത് മാറ്റം വരുത്തി നോക്കി. ഇപ്പോൾ ഔട്ട്പുട്ട് ഓൺ ആയിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് റീസെറ്റ് കണ്ടീഷനാണ്. നമുക്കത് സെറ്റ് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ LED ചേഞ്ച് ആവുന്നത് കാണാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്വിച്ച് 10 കണ്ടീഷനിലേക്ക് ആക്കി മാറ്റിയിട്ട് വേണം ക്ലോക്ക് പൾസ് കൊടുക്കാൻ. ആ എഫക്റ്റ് ഇവിടെ ചെയ്യുമ്പോൾ ക്ലോക്കിൽ ചെയ്യുന്നതോട് കൂടിയിട്ട് LEDക്ക് ഉണ്ടാകുന്ന മാറ്റമൊന്ന് ശ്രദ്ധിക്കാം. സ്വിച്ച് S1 ആക്കി ഇവിടെ ക്ലോക്ക് കൊടുത്തോട് കൂടിയിട്ട് ഇത് സെറ്റ് കണ്ടീഷനിലേക്ക് മാറി. ഇവിടെ സ്വിച്ച് ഇരിക്കുന്നത് 10 കണ്ടീഷനിലാണ്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷനിൽ വരുന്നത്. അടുത്ത കണ്ടീഷൻ നോക്കാം നമുക്ക്. 00 കണ്ടീഷനാക്കി, ചേഞ്ച് ഇല്ല. ക്ലോക്ക് കൊടുത്തപ്പോഴും ചേഞ്ച് ഇല്ല. ഇനി അടുത്ത കണ്ടീഷൻ മാറ്റി, അതോടുകൂടി ഇത് റീസെറ്റായി. കാരണം S0ഉം R1ഉം ആയിട്ടാണ് നമ്മൾ പൾസ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും വീണ്ടും പൾസ് കൊടുത്താലും മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അടുത്തത് സ്വിച്ച് വീണ്ടും മാറ്റി 11 ആക്കി. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് അത് 0 പൾസ് ഇല്ല. ഇപ്പോൾ എല്ലാ സമയത്തും ഒരു LED ഓൺ ആയി കിടന്നിരുന്നു. പൾസ് പ്രസ് ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് ഈ ചേഞ്ചസിലേക്ക് അത് കണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വിവിധ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ സിമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ലോ ആക്ടിവേറ്റഡ്, ഹൈ ആക്ടിവേറ്റഡ്, ക്ലോക്ക്ഡ്, ഇത്തരത്തിലുള്ള വ്യത്യസ്ത സിമ്പലുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.